സജന ഫിറോസ്. സജനയും ഫിറോസും ഇപ്പോൾ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള രണ്ട് ദമ്പതികളാണ്. തീർച്ചയായിട്ടും അവരുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളും അവരുടെ ഇടയിലൊരു VIP വരും, അതിനെ തുടർന്ന് ഇവരിലുണ്ടാകുന്ന അവിഹിത ഗർഭവും അതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഡിവോഴ്സ്ഡാണ്. തുടക്കത്തിൽ ഇവർ ഫേമസ് ആയിട്ട് ബിഗ് ബോസിലൂടെ വന്ന മാതൃകാ ദമ്പതികളായിരുന്നു എന്നും കൂടി പറയട്ടെ. ഇവരെ പറ്റി അറിയാത്തവർക്കുള്ളൊരു ഹിൻ്റാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇവരുടെ ഇടയിലുള്ള ഏറ്റവും മോശം അലിഗേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഈ സെലിബ്രിറ്റീസിൻ്റെ ഒരു മോഡലാണല്ലോ, പബ്ലിക്കായിട്ട് വന്ന് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതും ചെയ്യാത്തതും പോക്സവും അവിഹിതവും അവിഹിതഗർഭവും എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പറഞ്ഞു തീർത്തു. എന്തായാലും ഏറ്റവും ലാസ്റ്റ് സജന MDMA ഉപയോഗിക്കുന്ന ഒരു ലേഡിയാണെന്ന് അവരുടെ ഫ്രണ്ട് തന്നെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് സ്വന്തം ഭർത്താവായിട്ടുള്ള, അതായത് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഫിറോസ് ഖാൻ്റെ വീഡിയോയിലൂടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ വക മാരകമായിട്ടുള്ള മയക്കുമരുന്നൊക്കെ ഒരു ലേഡി അവരെ ഒന്ന് പിടിച്ചു കുലിക്കാൻ 3.5 കിലോ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെയാണ് ആ വോയിസ്. എന്തായാലും അതിന് മറുപടിയായിട്ട് സജന ഒരു ഉന്മാദിനിയെ പോലെ ശരിക്കും പറഞ്ഞാൽ അവരിനി പറയുന്നുണ്ട്, എനിക്കിനി ഒന്നും പോകാനില്ല, എല്ലാ രീതിയിലും ഞാൻ നാണം കെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇനി എന്തൊക്കെ പറയാനുണ്ട്? അവർ അതിൽ സ്വന്തം ഹസ്ബൻഡായിട്ടുള്ള ഫിറോസ് ഖാനെതിരെ പോക്സോ ഉന്നയിക്കുന്നുണ്ട്, സ്വാഭാവികം. കാരണം അവരുടെ ഇടയിൽ അവർക്ക് ഇപ്പം നിൽക്കാൻ നിലയില്ല. അവർക്ക് ആ നിൽക്കുന്ന മണ്ണ് വിളിച്ചു പോയി തുടങ്ങി. അവരുടെ കൂടെ ഉള്ളത് 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ആയുധമാക്കി പോലും മുൻ ഹസ്ബൻഡിനെതിരെ അവർ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഫ്രണ്ടായിട്ടുള്ള ദിയാസന എന്ന ലേഡിക്കെതിരെയും അവർ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇരുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിലും എല്ലായിടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലും എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് അവർ പറയുന്നത് അവർ MDMA യൂസ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് അവർ സ്വയം ടെസ്റ്റിന് പോവുകയാണെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനൊക്കെ ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. നിയമപരമായിട്ട് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അക്യൂസ്ഡായിട്ട് 3ാമതൊരാൾ പോലീസിൽ പരാതിപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പോലീസിന് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും സംശയം തോന്നുമ്പോഴൊക്കെ പോലീസായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ ശരിക്കും ബ്ലഡ് ടെസ്റ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ്. എന്തായാലും ഇവർ സ്വയം എനിക്ക് തെളിയിക്കണം, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് ഇവർക്കൊരു ട്രോമ, ഇവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ. ഈ ട്രോമ വെറുതെ ഇവരുടെ തലയിൽ വന്ന് വീണ ബോംബോ ഒന്നുമല്ല. ഇവർ തന്നെയല്ലേ ആ ട്രോമയുടെ ചെറിയ വേരുകൾ മുളപ്പിച്ച് വലുതാക്കി വലിയൊരു അവിഹിത ഗർഭത്തിൻ്റെ കഥയും പറഞ്ഞ് ആ ട്രോമ കുട്ടികൾ ട്രോമ, മയക്കമരുന്ന് കുട്ടികൾ ട്രോമ എന്നൊക്കെയുള്ള രീതിയിൽ ഇവരിങ്ങനെ ഗോഷ്ടി പറയുന്നത് സമൂഹത്തിൽ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സജന ആരാണ്, ഫിറോസ് ആരാണ്, അവരുടെ ഇടയിലുള്ള VIP ആരാണ്, ഇതൊക്കെ താങ്ങാനാവാത്ത വിധം 2 പാവം ആത്മാക്കൾ അവരുടെ കുട്ടികൾ. ആ ഒരു കുട്ടിയുടെ അച്ഛനെയാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ നിനക്ക് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ആ കുഞ്ഞ് നാളെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പറയണതൊക്കെ ഇവിടെ തന്നെ കിടക്കും. ആ മഹാ ലൈബ്രറിയിൽ അത്ര വിപുലമായിട്ടുള്ള ശേഖരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും എങ്ങോട്ട് പോയില്ല. സജന 100 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സകല വീഡിയോകളും വരും. അതിൽ ഈ കുഞ്ഞ് നാളെ വലുതാവും. ഈ കുഞ്ഞിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുകയല്ലോ, അവർക്ക് പ്രായവും വലുതാവും മെച്യൂരിറ്റി ആവും. അവരുടെ ഹോർമോണൽ ചേഞ്ച് അനുസരിച്ച് അവർക്ക് ചിന്തിക്കാൻ സ്വയം ബോധം വരും, സ്വന്തം വ്യക്തിത്വം രൂപപ്പെടും. അപ്പോഴൊക്കെ ഈ അമ്മയുടെ അലിഗേഷൻ, ഈ ഭ്രാന്തിയെ പോലെ ഇവർ ഈ കാണിക്കുന്ന വീഡിയോയുടെ മുമ്പിലുള്ള പ്രസന്റ്, പിന്നെ ഇവരെന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോൾ ഭയങ്കര ഡിമാൻഡാണല്ലോ, അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും.
ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, എല്ലാ കാര്യമാണ് നടക്കട്ടെ എന്തായാലും ഫർദറായിട്ട് ഇവരുടെ ഫ്രണ്ട്, അതായത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട മൂന്നാമത്തെ ആൾ ഫ്രണ്ട് ദിയാസന എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിസ്റ്റാണ്. അവർ മെയിനായിട്ട് ദുബായ് കേന്ദ്രീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ മെയിൻ സജനയുടെ ഭാഷയിൽ പാവപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ട് വലിയ പുരോഗമനമൊന്നും ഇല്ലാത്ത പെൺകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോവുക, അവിടെ കാഴ്ചവെക്കുക, മയക്കുമരുന്നും പലതരം സാധനങ്ങളും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെ അവരുടെ ലൈഫ് കൊളാക്കുക എന്നാണ് സജന ഫിറോസ് പറയുന്നത്. എന്തായാലും അതിനെപ്പറ്റി ദിയയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട്, മറുനാടൻ മലയാളി പോലുള്ള ചാനലിൽ, പ്രത്യേകിച്ച് എനിക്ക് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ദിയാസന MDMA ഉപയോഗിച്ചു. അതിനങ്ങ് തംബ്നെയിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്, ഇതെന്ത് വെള്ളരിക്കാ പട്ടണമാണോ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എന്റെ ടെസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കള്ള ടെസ്റ്റ് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്, അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, അവളെ ടെസ്റ്റ് ചെയ്യ്, എന്നെ കാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ. ഇത് വെള്ളരിക്ക പട്ടണമല്ല, ഡ്രഗ്സിനെതിരെ സംസാരിക്കാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെയും ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട്, പ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, ആളുകളുടെ തട്ടിപ്പും നടത്തി, വെട്ടിപ്പും നടത്തി, സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കി, കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ്, സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് അയാൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത്. വന്നിരുന്ന് മനുഷ്യനെ വൃത്തികെട്ട രീതിയിൽ ഇനി ഇല്ലാത്ത അലിഗേഷൻസ് മുഴുവനും പറഞ്ഞ് ഒരു എന്താ പറയാ, ഒരു തംബ്നെയിലിട്ടിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങ് അടിച്ചിറക്കുമ്പോഴത്തേക്കും ആളങ്ങ് അതായി. ഞാനിരുന്ന് പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിലൊക്കെയും ഓരോരുത്തരും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വിമർശിക്കുന്ന സ്ത്രീയാണ്, ഞാൻ അഭിപ്രായം പറയുന്ന സ്ത്രീയാണ്. RSSകാർ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ BJPക്ക് എതിരെ സംസാരിക്കും. എനിക്ക് ശത്രുക്കളുണ്ട്. പുരോഗമന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഈ ഡേഷിന്റെ ചാരിത്ര പ്രസംഗം പോലെ ഇവരുടെ ഡയലോഗ്, അതായത് പുരോഗമന പൊളിറ്റിക്സിന്റെ ഭാഗമായ എന്നോട് കടുത്ത തീരാത്ത വൈരാഗ്യത്തോടു കൂടി എൻ്റെ എതിരെയുള്ള ഒരു ചാനലിൽ സജന ഇന്റർവ്യൂ കൊടുത്തു. അതാണ് ഇവരുടെ പരാതി. ഇനി ഇവർക്കെതിരെ പുരോഗമന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവരോട് പകയായിട്ട് ഇതുവരെ ഇവർക്കെതിരെ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി യാതൊരു വക പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചത് ഇവരുടെ കൂടെ ഇത്രയും നാള് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുകയും ഇവര് ദുബായ് യാത്ര നടത്തുകയും ബിസിനസ് സംബന്ധമായിട്ട് മെറ്റീരിയൽ എടുക്കാൻ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്ത് ഇവരുടെ ആത്മാർത്ഥ സുഹൃത്താണ്. അല്ലാണ്ട് പൊളിറ്റിക്കലി അവിടെ നിന്ന് ഒരു മനുഷ്യനുമല്ല. ഇവർ ഈ പറയുന്നത് ഇവരുടെ ആക്ടിവിസവും ഇവരുടെ ആ പൊളിറ്റിക്കൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ 4 ഡയലോഗ് അടിക്കും അയ്യോ എന്ന ആൾക്കാർ ഒന്നുമില്ല. ഇവര് പങ്കെടുത്ത ചുംബന സമരം ഒഴികെ വേറൊരു സമരവും നമ്മുടെ മുമ്പിൽ ഓർമ്മയില്ല. ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരൊരു എന്താ പറയുക വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണോ നയിക്കുന്നത്? ഒരു ചുക്കുമല്ല. അവർ ദുബായിൽ നല്ല പോഷായിട്ടുള്ള ഫ്ലാറ്റിൽ യാത്രകൾ നടത്തുന്നു, പോകുന്നു, വരുന്നു. പിന്നെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ഉള്ള ആ ഇല്ലീഗൽ, അതായത് ആ സുഹൃത്തിൻ്റെ വേറൊരു അവിഹിത ബന്ധത്തിന് ആദ്യം കുട പിടിക്കുന്നു, പിന്നെ ആ കുട മാറ്റുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സുഹൃത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഇവർ ഇത്രയും ചൂടായിട്ട് വരാൻ എന്താ കാരണം? ഏറ്റവും വലിയൊരു ആരോപണമാണ്. അതായത് ഇവർ കാരിയറാണ്, MDMA കാരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് പോലീസ് അധികാരികളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ മസ്റ്റായിട്ടും ആക്ഷൻ ഉണ്ടാവും, റെയ്ഡ് ഉണ്ടാവും, അതൊക്കെ അറിയാം. അപ്പം തീർച്ചയായിട്ടും ദുബായിൽ ഇരുന്നിട്ട് ഒരു ചെറിയ ടോക്ക് ഷോ അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർ ഈ സുഹൃത്ത് വലയങ്ങൾ, നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ വെച്ചോളൂ, ഒരു വിവാഹിതയും 2-3 റിലേഷൻഷിപ്പിൻ്റെ പരാജയം കാരണം ആ ഭർത്താവിൽ നിന്നൊരു മകൻ, ആദ്യത്തെ ഭർത്താവിൽ നിന്നൊരു മകള്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പിലെത്തിയൊരു വീട്ടമ്മ ഈ ഭർത്താവിലും നിൽക്കാതെ എന്നാൽ പിന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു VIP ആയിട്ട് അവിഹിതം തന്നെ പച്ചയ്ക്ക് പറഞ്ഞ അവിഹിതത്തിൽ ഏർപ്പെടുന്നു. അയാളുടെ കുടുംബത്തിനെ ബാധിക്കുമെന്ന് തോന്നുമ്പോൾ അയാൾ ഇവരുടെ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ പറയുന്നു. ഇനി ഇതിൻ്റെ ഒരു തെറ്റ്, ഇവർ ഈ VIP ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ VIP യും ഇവരും
ഈ ഫ്രണ്ട്സിനെയും കൂടി ഉൾക്കൊള്ളിച്ച് തങ്ങളുടെ ബന്ധത്തിന് കൂട്ടുപിടിക്കാനോ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഒരു സൗഹൃദ വലയം എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവരുമായിട്ട് പങ്കുവെക്കുകയും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഇതേ ഞങ്ങൾ തമ്മിൽ ഇത് ഇങ്ങനെയാണ് അതാണ് എന്ന് ഓരോ മിനിറ്റിലും ഇനി ഈ സജന അയാളുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങളുടെ വീഡിയോ റെക്കോർഡൊക്കെ ഇവരുടെ സുഹൃത്തിന് പങ്കുവച്ചിരിക്കുന്നു. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഒരു ഇല്ലീഗൽ റിലേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഭർത്താക്കന്മാരിൽ നിന്നൊന്നും കിട്ടാത്ത സ്നേഹത്തിനോ തണലിനോ അതല്ല ശാരീരിക ആവശ്യത്തിനോ അതൊക്കെ അവരുടെ ഒരു പ്രൈവസിയുടെ പാർട്ടാണെങ്കിൽ ആ ബന്ധം അതുപോലെ തന്നെ വളരെ സീക്രട്ടായിട്ട് നിലനിർത്താനുള്ളൊരു ബാധ്യതയുണ്ട്. അയാൾ ഒരു സമൂഹത്തിൽ ഉന്നതനാവുമ്പോൾ അയാളുടെ വോയിസ് റെക്കോർഡൊക്കെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗം തന്നെ എന്താ, അതൊരു ഹണി ട്രാപ്പാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുക എന്നുള്ളൊരു മുന്നൊരുക്കാണ് ഈ ഒരു അവിഹിത ബന്ധം. അയാളിൽ നിന്ന് ഞാൻ ഗർഭിണിയായി, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ യാതൊരു വക സ്നേഹമോ ആത്മാർത്ഥതയോ അവരുടെ ബന്ധത്തിലില്ല. അത് അയാളുടെ പണം കണ്ടിട്ട് അതിലേക്കുള്ളൊരു മുൻകൂട്ടിയിട്ടുള്ളൊരു ട്രാപ്പ് തന്നെയാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ നമ്മൾക്കൊന്ന് കാണാം. ആരായാലും നിനക്കെന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഫിറോസിക്കാരുടെ ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. പരമോന്നത ബഹുമതിയായിട്ട് കാണുന്ന പരമോന്നത ബഹുമതി കിട്ടിയ മഹാൻ ഈ പാവം എന്താ പറയുക, ഇങ്ങനെ ഒരു പാവം മനുഷ്യൻ അയാൾ എല്ലാവരുടെയും കാലിങ്ങനെ മാറി മാറി പിടിക്കുക. എന്തിനാ? അയാളുടെ കുത്സിതം കൊണ്ട് തന്നെ അയാളൊരു അവിഹിതത്തിൽ ചെന്ന് ചാടി. ആ സ്ത്രീ ചെന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് അവൾക്കെതിരെ പദ്ധതി ആലോചിക്കും. എന്താല്ലേ ഒരു വ്യക്തിയുടെ അധപതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അയാൾ ഇനി വീട്ടിൽ ചെന്ന് ആ മകളുടെ മുഖത്തേക്ക് അയാൾ എന്ത് വെച്ചിട്ടായിരിക്കും അവരെ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ പോട്ടെ, ഇനി അയാളുടെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ ഒരു കൂട്ടം സ്ത്രീകൾ യാത്ര നടത്തുന്നു, പോഷായിട്ടുള്ളൊരു ലൈഫിൻ്റെ പുറകെ ഓടുന്നു. ഇതൊക്കെ ഒരു സെലിബ്രിറ്റീനെ പലതരം സെലിബ്രിറ്റികളുണ്ട്, ബോളിവുഡ് സെലിബ്രിറ്റീസിനൊക്കെ അനുകരിക്കുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾ വിചാരിച്ചിട്ടുള്ളത് ഇവർ ആദ്യപടിയായിട്ട് ലൈഫിൽ ഏറ്റവും നരകത്തീ അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ നിന്ന് ഭർത്താക്കന്മാരിലേക്കുള്ളൊരു യാത്ര, ഭർത്താക്കന്മാരെന്ന് പറയാൻ പാടില്ല, പാർട്ട്നേഴ്സിൽ നിന്ന് പാർട്ട്നേഴ്സിലേക്ക് അവർ തിരയുന്നത് കിട്ടുന്നവർ, അതായത് അവരുടെ ആ പോഷ് ലൈഫ് ഇങ്ങനെയൊക്കെയുള്ള നേച്ചറുള്ള സ്ത്രീകൾ ഒരിക്കലും ഒരു വീട് എന്നുള്ള ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്. അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ ഹോർമോൺ എന്ന് പറയുന്നത് അവർക്ക് പുതുമ തേടണം, സമൂഹത്തിൽ ഇപ്പോഴുള്ള ആ പോഷായിട്ടുള്ള ലൈഫിൻ്റെ കൂടെ ഒഴുകണം, അവർക്ക് നല്ല സാരി എടുക്കണം. കോസ്മെറ്റോളജി ഒരു പ്രധാന ഘടകമാണ്. കണ്ണും മൂക്കും പല്ലും ഒക്കെ മാറ്റി പലതരം ചുണ്ട് കരം കൂട്ടുന്നു, പിരികം മൈക്രോബ്ലേഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഫാഷൻ ലോകത്ത് ഇങ്ങനെ ഒഴുകാൻ നല്ല പൈസ വേണം. നിശാ പാർട്ടികളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കണം, നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കണം നല്ലൊരു എമൗണ്ട്, നാച്ചുറലായിട്ടുണ്ടാവുന്ന മൂക്കും ചുണ്ടൊക്കെ മാറ്റാൻ നല്ലൊരു എമൗണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസിക്കായിട്ട് വേണ്ടത് എന്താ? പൈസ. അപ്പോൾ ഇങ്ങനെയൊക്കെ വേഷം കെട്ടി ഇങ്ങനെയുള്ള യാത്രകളിലൂടെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഈ രാത്രി പാർട്ടികളിൽ ഇവർ ഈ കണ്ട സാധനങ്ങൾ അടിക്കുന്നു, സിഗരറ്റ്, മദ്യം, MDMA, അതിൻ്റെ തീവ്രമായിട്ടുള്ള കഞ്ചാവ്, അതിൻ്റെ പല സാധനങ്ങളും അടിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പിന്നെ ഈഗോ കാരണം ഈ ഉപേക്ഷിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് കുട്ടികളെ വിടാതെ ഇതൊക്കെ കാണിക്കാനായിട്ട്, മാതൃക കാണിക്കാനായിട്ട് ഈ സൊസൈറ്റി ലേഡികളുടെ പോലെ കെട്ടി ഒരുങ്ങി മദ്യപിച്ച് കൂത്താടി ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു ഷോ. പിന്നെ ഇവരെ പറ്റിയിട്ട് വരുന്ന പബ്ലിക്കായിട്ട് വരുന്ന ഇങ്ങനെയുള്ള മെസ്സേജുകളും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഈ കുട്ടികളെ തീർച്ചയായിട്ടും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. പിന്നെ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരാകെ ഒരു ഉന്മാദാവസ്ഥയിലാണ്. അവർക്ക് തന്നെ ബോധമില്ല അവരെന്താ പറയണേ, എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം സ്ത്രീകൾ സമാനമായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒഴുകുന്നുണ്ട്. ഇവരെ അന്ധമായിട്ട് അനുകരിച്ചിട്ട് സജന ഫിറോസ് ഇതാ പാർട്ടിയിൽ വന്നു, എന്തു ഭംഗിയാ അവരുടെ സാരി, അവരുടെ ഹെയർ ഇങ്ങനെ, ഇവരുടെ ഹെയർ ഇങ്ങനെ, അങ്ങനെ ഇവരോ മറ്റുള്ളവരെ അനുകരിച്ചിട്ടാണ് ഇവരെ അനുകരിക്കാനായിട്ടും പുതുതലമുറയിൽ ചില കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നത് എന്താണെന്ന് യാതൊരു വക പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടം സൊസൈറ്റി ലേഡികൾ മദ്യം, മയക്കുമരുന്ന്, കൂട്ടിക്കൊടുപ്പ്, പാവപ്പെട്ട പെൺകുട്ടികളെ വഴിതെറ്റിക്കൽ, ഇതിനെല്ലാം ഉപരി VIP-കളുടെ ഹണി ട്രാപ്പ്, ഈ ഒരു മേഖലകളിലൊക്കെ കൈവച്ച് തുടങ്ങി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ചെമ്പിച്ച് കളറ് കയറ്റിയ മുടിയും
മുഖത്ത് പലതരം പുട്ടികളും ചുണ്ടും കണ്ണും മൂക്കും ഒക്കെ ഇരട്ടിയേക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഈ വക കാര്യങ്ങളിലൊക്കെ ആദ്യമൊക്കെ ഈ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളിൽ സെലിബ്രിറ്റികൾ മാത്രം കൈവച്ചിട്ടുള്ളത് വെച്ചാൽ ഇപ്പോൾ ചെറിയ യൂട്യൂബേഴ്സ് പെൺകുട്ടികളെ ഒരു 4 സിറ്റിംഗ് കഴിഞ്ഞാൽ അവരവരുടെ ചുണ്ട് വലുതാക്കി അങ്ങനെ പലതരം, അതായത് മൈക്രോ ബ്ലേഡിങ്, ഇപ്പോൾ ഗ്ലാമി ഗംഗയൊക്കെ ചെയ്യുന്നത് അവരവരുടെ പഴയ രൂപത്തിലേ അല്ല. അപ്പോൾ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഭംഗിയുള്ള നോസ്, എന്താ പറയുക, പണ്ടത്തെ നല്ല ഭംഗിയുള്ള ചുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിലേക്കുള്ളൊരു പ്രയാണമാണ്. ഈ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഈ വാരിത്തേക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡായിട്ട് മുളച്ചു പൊന്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന കൃഷികളാണ് ഈ മയക്കുമരുന്ന്, മദ്യപാനം, നൈറ്റ് ക്ലബ്ബ്, പാർട്ടികൾ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ്, ഇങ്ങനെ പെൺവാണിഭം, ഇതൊക്കെ ദുബായിയുടെ പരിധിയിൽ കിടന്ന് നടന്നുകൊണ്ട് ഇവർക്കൊക്കെ കൊള്ളാം. അല്ലെങ്കിൽ ഇനി കേരളത്തിലൊക്കെ ഈ വിളനിലങ്ങൾ, അതായത് ഈ കൃഷി ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.